ഹായ് എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുമല്ലേ? ഞങ്ങളോട് സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ പല ദിവസങ്ങളിലായിട്ടാണ് എടുത്തിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിരുന്നില്ലേ ആ വീഡിയോയുടെ ലെങ്ത് കൂടി പോകുമെന്ന് കരുതിയിട്ട് ബാലൻസ് ഉള്ളത് നെക്സ്റ്റ് വ്ളോഗിൽ കാണിക്കാമെന്ന്. അപ്പം അതൊക്കെയാണ് ഈ ഒരു വീഡിയോയിലുള്ളത്. ഞങ്ങൾ കൂലി സിനിമ കാണാൻ പോയപ്പോഴുണ്ടായ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ പറയുന്നത്. വീഡിയോ ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്തേക്കും. ലൈക്ക് ചെയ്യുന്ന സമയത്ത് കമൻറ്റ് ബോക്സിൽ ഹൈപ്പ് എന്നിട്ടൊരു ഓപ്ഷൻ വരും. ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ഹൈപ്പും കൂടി ചെയ്തേക്കേട്ടോ. വിംജെല്ല് ഞാൻ എപ്പോഴും ഇതുപോലെ ഒരുമിച്ച് ഇങ്ങനെ ഫില്ല് ചെയ്ത് വെക്കത്തില്ല കേട്ടോ. ഒരു കാൽ പോർഷനോളം ബോട്ടിൽ നിറച്ചിട്ട് ബാലൻസ് ഉള്ളത് വെള്ളം മിക്സ് ചെയ്ത് വെച്ചേക്കും. എന്നിട്ട് പാത്രം കഴുകുന്ന സമയത്ത് ഇതിൽ നിന്ന് കുറച്ച് എടുത്തിട്ട് വീണ്ടും വെള്ളം മിക്സ് ചെയ്തിട്ടാണ് ഞാൻ പാത്രങ്ങൾ കഴുകുന്നത്. മാക്സിമം അത് ഡൈല്യൂട്ട് ചെയ്തിട്ടാണ് യൂസ് ചെയ്യാറുള്ളത്. പിന്നെ കഴിഞ്ഞ ദിവസം എന്നോട് ഒരാൾ ചോദിച്ചതാണ്, കുറച്ച് നാളായിട്ട് ചോദിക്കുന്നുണ്ട്, 2-3 തവണ കമൻറ്റിൽ ചോദിച്ചിരുന്ന കാര്യമാണ്. അപ്പം ഈ ഒരു ബോക്സിനെ കുറിച്ച്, ഈ സ്റ്റോറേജ് ബോക്സുകൾ നല്ലതാണോ എന്ന് ചോദിച്ചായിരുന്നു. അപ്പോൾ അതിൽ ബ്ലാക്ക് ലിഡ് വരുന്നത് കുറച്ച് ലൂസാണ്. അപ്പം ഞാൻ അത് യൂസ് ചെയ്യാൻ പറ്റാത്ത 3-4 എണ്ണം എടുത്ത് ഫ്രിഡ്ജിലാണ് വെച്ചേക്കുന്നത്. ബാലൻസ് ഉള്ളത് അല്ലാതെ നമ്മൾ പുറത്ത് യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഓട്സും അതുപോലെ പീനട്ടും ഒക്കെ വെക്കുന്നതിനാണ് യൂസ് ചെയ്യുന്നത്. അപ്പം ഞാനത് കമൻറ്റിൽ റിപ്ലൈ കൊടുത്തായിരുന്നു. റിപ്ലൈ കിട്ടിയില്ല എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഒന്ന് ജസ്റ്റ് വീഡിയോയിൽ പറഞ്ഞത്. അപ്പോൾ വീഡിയോ അവർ കാണുന്നുണ്ടോ എന്ന് അറിയത്തില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാനിതേ വന്നിട്ട് നമ്മുടെ ഈ ഫ്രണ്ടിലുള്ള മണി പ്ലാന്റ് ഇരിക്കുന്നില്ലേ, ഇവിടേക്ക് ജസ്റ്റ് ഒന്ന് ഡസ്റ്റിങ് ചെയ്ത് കഴിഞ്ഞിട്ട് ഉരുളിയിൽ പൂക്കളൊക്കെ ഇട്ട് വെച്ചു. എനിക്കിങ്ങനെ വീട് മൊത്തത്തിൽ ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പൂക്കളിട്ട് വയ്ക്കുന്നത് ഒരു പ്രത്യേക ഇഷ്ടമാണ് കേട്ടോ. അതൊരു നമ്മുടെ വീടിനുള്ളിൽ നല്ലൊരു പോസിറ്റീവ് എനർജി കൊണ്ടുവരും എന്നാണ് പറയുന്നത്. മാത്രമല്ല നമുക്കത് കണ്ടുകൊണ്ടിരിക്കാൻ തന്നെ നല്ല ഭംഗിയായിരിക്കും. പിന്നെ എൻ്റെ മണി പ്ലാന്റും ലക്കി ബാമ്പും ഒക്കെ നന്നായിട്ട് തന്നെ ഇപ്പോൾ വളരുന്നുണ്ട്. കാരണം ഇവിടെ ഇപ്പോൾ മഴ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല തണുപ്പൊക്കെ ആയിട്ടുണ്ട്. എനിക്കാണെങ്കിൽ എത്ര ശ്രമിച്ചാലും വീടിനുള്ളിലുള്ള ഇൻഡോർ പ്ലാന്റ്സ് ഒന്നും വളർത്താനായിട്ട് പറ്റത്തേ ഇല്ല കേട്ടോ. കാരണം ഇവിടെ ചെന്നൈയിലത്തെ ക്ലൈമറ്റ് അങ്ങനെയാണ്. കൂടുതൽ മാസങ്ങളിലും ചൂടാണ്. 2-3 മാസമാണ് നമുക്കിവിടെ വെയിൽ കിട്ടുള്ളൂ, അപ്പം മഴ കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്ലൈമറ്റിൻ്റെ ഒരു പ്രശ്നം കൊണ്ട് ഇൻഡോർ പ്ലാന്റ്സ് വളർത്താനായിട്ട് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടാണ് കേട്ടോ. പിന്നെ ഈവനിങ് ആയപ്പോഴത്തേക്കും ഞാൻ എൻ്റെ ആമയ്ക്ക് വേണ്ടിയിട്ട് ഒരു സ്നാക്ക് ചെയ്യുന്നുണ്ട്. ഇത് കുറച്ച് ഇഡ്ഡലി ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. രാവിലെ ഉണ്ടാക്കിയ ഇഡ്ഡലിയുടെ ബാക്കിയാണ്. അപ്പം ഞാൻ അത് വെച്ചിട്ടൊരു ഉപ്പുമാവ് പോലെ ചെയ്യാമെന്ന് കരുതി മുട്ടയൊക്കെ ചേർത്തിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. ഇതെന്തായാലും മക്കൾക്ക് ഇഷ്ടപ്പെടും. അപ്പം ഞാൻ ആമയ്ക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നതാണിത്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റിനായിട്ടും ഉണ്ടാക്കാം. നമുക്കിപ്പോൾ ബാലൻസ് വന്നിട്ടുള്ള ഇഡ്ഡലിയൊക്കെ ഒരുപാട് ഇരിപ്പുണ്ടെങ്കിൽ ഇതുപോലെ കൈ കൊണ്ടൊന്ന് പൊടിച്ചെടുത്തതിന് ശേഷം ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കി കടുക് താളിച്ച് കറിവേപ്പില ഇട്ടിട്ട് ഞാൻ കുറച്ച് കപ്പലണ്ടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ചേർക്കണ്ട. കടലപ്പരിപ്പൊക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് കുറച്ച് സവാള പൊടിയായിട്ട് നുറുക്കിയതാണ് അതും, പിന്നെ കുറച്ച് ഇഞ്ചി ചതച്ചതും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുത്തു. അല്ലെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാമേ. അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് പൊടികളാണ് ചേർക്കുന്നത് കേട്ടോ. കുറച്ച് മഞ്ഞൾപ്പൊടി, വളരെ കുറച്ച് മാത്രം മുളക് പൊടി, പിന്നെ കുറച്ച് ഗരം മസാല, ഇത്രയാണ് ചേർത്തിട്ടുള്ളത്. ചിക്കൻ മസാല ഉണ്ടെങ്കിൽ അത് ചേർത്താലും മതി, നല്ല ടേസ്റ്റ് ആയിരിക്കും. എന്നിട്ട് പൊടികളുടെ പച്ചമണം പോയതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഈ പൊടിച്ച് വെച്ചേക്കുന്ന ഇഡ്ഡലി എടുത്ത് ചേർത്തിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ്. നല്ല ചൂടോടുകൂടി നല്ല ചൂട് കട്ടനോ ചായയോ ബ്ലാക്ക് കോഫിയോ ഒക്കെ ഇട്ട് കുടിക്കാനായിട്ട് സൂപ്പർ സാധനമാണ്. പ്രത്യേകിച്ച് മഴയുള്ള സമയത്ത് ഇത് ചെയ്ത് നോക്കും. മഴ സമയത്തൊക്കെ ആ ഒരു തണുപ്പത്ത് നമുക്കിത് കഴിക്കാൻ പറ്റിയൊരു ഐറ്റമാണ് കേട്ടോ. നല്ല ചൂടോടുകൂടി കഴിച്ചാലേ കൊള്ളാവൂ. അപ്പം ഞാൻ എൻ്റെ ഈ പാൻ മേടിച്ചിട്ടുള്ളത്, ഈ ഫ്രൈ പാൻ മേടിച്ചേക്കുന്നത് ഇൻഡസ് വാലിയുടേതാണ്, ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ. പിന്നെ കഴിഞ്ഞ ദിവസം ഞാൻ വീഡിയോയിൽ പറഞ്ഞായിരുന്നല്ലോ, ഒരാൾ ചോദിച്ച കാര്യം, ടൈൽസിൽ ഒട്ടിച്ചേക്കുന്ന ഈ നമ്മുടെ വാൾ സ്റ്റിക്കറിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന്. ഇപ്പം ഞാൻ ജസ്റ്റ് വീഡിയോയിലൊന്ന് കാണിക്കുവാണ്. ഒരു കുഴപ്പമില്ല കേട്ടോ. സ്റ്റൗ ഞാൻ പറഞ്ഞല്ലോ കുറച്ചിങ്ങനെ ഫ്രണ്ടിലോട്ട് ഡിസ്റ്റൻസ് വെച്ചാണ് ഇട്ടേക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ടൈൽസിനകത്ത് അങ്ങനെ ഓയിലോ കാര്യങ്ങളോ ഒന്നും പറ്റത്തില്ല. പിന്നെ കൈയോടെ തന്നെ ഒന്ന് ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് തുടച്ചെടുത്താൽ മതി. ഞാൻ എപ്പോഴും കുക്കിംഗ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു ടിഷ്യൂ പേപ്പർ വെച്ച് എന്തെങ്കിലും വെച്ചിട്ടൊന്ന് തുടച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ ഇന്നതേ ഞാനാണെങ്കിൽ ബ്ലാക്ക് കോഫിയാണ് ഇട്ടിട്ടുള്ളത് ആമിക്ക്. അപ്പം ഞങ്ങളങ്ങനെ ബ്ലാക്ക് കോഫിയും ബ്ലാക്ക് ടീയും ഒന്നും കുടിക്കാറൊന്നുമില്ല കേട്ടോ. വല്ലപ്പോഴും ആണ് ഇടുന്നത്. അപ്പോൾ രാവിലത്തെ ഈ ഇഡ്ഡലി ബാലൻസ് ഇരുന്നത് കൊണ്ട്
അത് ഇങ്ങനെ ചെയ്ത് കൊടുക്കാമെന്ന് കരുതിയത്. പിന്നെ ഞാൻ പറയാൻ വിട്ടുപോയതാണ്, നമ്മുടെ ഇഡ്ഡലി ഉപ്പുമാവ് ചെയ്തപ്പോൾ ഞാൻ അതിലേക്ക് ഒരു മുട്ടയും കൂടി പൊട്ടിച്ച് ഒഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അതും കൂടി ആകുമ്പോഴത്തേക്കും നല്ല ടേസ്റ്റാണ്. മുട്ടയൊക്കെ ഒന്ന് മൊരിഞ്ഞ് വരുമ്പോഴത്തേക്കും നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. മുട്ടയുടെ ടേസ്റ്റ് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ചേർക്കണ്ട. ഇതിനകത്ത് വേണമെങ്കിൽ കൂടുതൽ വെജിറ്റബിൾസ് ഒക്കെ ഇട്ട് കൊടുക്കാം മക്കൾക്ക്. ക്യാരറ്റും ക്യാബേജും ക്യാപ്സിക്കം അങ്ങനെയൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ നിങ്ങളോട് കുറച്ച് നാളായിട്ട് പറയണമെന്ന് വിചാരിച്ചിട്ടുള്ള കാര്യമാണ്. ഈ ഒരു ടൈപ്പിലുള്ള സ്ക്രബ്ബറാണ് ഞാൻ റീസെൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത് കേട്ടോ. ഏകദേശം ഒരു 6 മാസം കൊണ്ട് ഇങ്ങനത്താണ് യൂസ് ചെയ്യുന്നത്. നാട്ടിലും കിട്ടുമായിരിക്കാം. സ്ക്രോച്ച് ബൈറ്റിൻ്റെ ഒരു ബ്രാൻഡിലുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതാണെങ്കിൽ നമ്മുടെ നോൺ സ്റ്റിക്ക് പാത്രങ്ങളൊക്കെ കഴുകാനും ഒക്കെ നല്ലതാണ്. ഞാൻ നോൺ സ്റ്റിക്ക് ഒന്നും ഉപയോഗിക്കാറില്ല. എല്ലാ നോൺ സ്റ്റിക്ക് പാത്രങ്ങളും കൊടുത്തിട്ട് ഇതുപോലെ കാസ്റ്റൈൻ പാത്രങ്ങളാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. മൺപാത്രങ്ങളും ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ റിൻ സോപ്പാണ് ഞാൻ എപ്പോഴും മേടിച്ച് വെച്ചേക്കുന്നത്. ആമിയുടെ യൂണിഫോം കഴുകാനാണ്. അതുപോലെ തന്നെ വെള്ള കളറിലുള്ള ഡ്രസ്സസ് ഒക്കെ കഴുകാനായിട്ട് നല്ലതാണ് കേട്ടോ. റിൻ സോപ്പിട്ട് കഴുകുന്നത് നല്ലതായിട്ട് ക്ലീനായി കിട്ടും. പിന്നെ അത് കഴിഞ്ഞിട്ട് സാറ്റർഡേ ആണ് വീഡിയോ എടുത്തിട്ടുള്ളത്. സാറ്റർഡേ ഈവനിങ് ആയപ്പോഴത്തേക്ക് ഞാനൊന്ന് വീടൊക്കെ ഒന്ന് തുടയ്ക്കുന്നുണ്ട്. അപ്പം ഓൾറെഡി നമ്മൾ ഡീപ്പ് ക്ലീനിങ് എല്ലാം കഴിഞ്ഞതല്ലേ. നാളെയാണ് 1-ാം തീയതി, അതായത് സൺഡേ. അപ്പം ഞാൻ സാറ്റർഡേ തന്നെ വീട്ടിലുള്ളിലെ എല്ലാ ഡോറും ഒന്ന് കോളിൻ യൂസിട്ട് സ്പ്രേ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം ഓൾറെഡി നമ്മൾ ജനാലകളെല്ലാം ക്ലീൻ ചെയ്ത് വെച്ചേക്കുന്നതാണ്. ഫുള്ള് വീട് ഡീപ്പ് ക്ലീനിങ് ചെയ്തതാണ്. അപ്പം നാളെ ഇനിയിപ്പോൾ ചിങ്ങം ഒന്നല്ലേ, പുതുവർഷം തുടങ്ങാൻ പോവല്ലേ, അതുകൊണ്ട് എന്തായാലും വീടൊക്കെ ഒന്നും കൂടി ഒന്ന് ക്ലീൻ ചെയ്ത് എടുക്കാമെന്ന് കരുതി. പിന്നെ ഹസ്ബൻഡ് ഇതിൽ തന്നെ പുറത്ത് പോയപ്പോഴത്തേക്കും തോരണമൊക്കെ മേടിച്ചുകൊണ്ട് വന്നായിരുന്നു. അപ്പോൾ ഇത് മാവിലെ തോരണവും മറ്റേ കുരുത്തോല തോരണമാണ് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ എന്തെങ്കിലും വിശേഷ ദിവസങ്ങൾ വരുമ്പോൾ നമ്മുടെ ഗ്രില്ലിലൊക്കെ ഇതിങ്ങനെ കെട്ടിയിടാറുണ്ട്. നല്ലതാണ്. ഇവിടെ തമിഴ്നാട്ടിൽ എന്ത് വിശേഷം ഉണ്ടെങ്കിലും ഇതുപോലെ തോരണമൊക്കെ ഫ്രണ്ടിൽ കെട്ടി വെക്കാറുണ്ട്. പിന്നെ ഞാൻ പൂജാ റൂമും കൂടി ഒന്ന് ക്ലീൻ ചെയ്യുന്നുണ്ട്. എല്ലാ മാസവും ഞാൻ 1-ാം തീയതിക്ക് തൊട്ട് മുന്നേ ഉള്ള ദിവസം തന്നെ പൂജാ റൂം ഒന്ന് ഡീപ്പ് ക്ലീനിങ് ചെയ്യാറുണ്ട് കേട്ടോ. എന്തെങ്കിലുമൊക്കെ ബാലൻസ് ഉള്ളത് വേസ്റ്റൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ കൊണ്ടുപോയി കത്തിച്ച് കളയും. അപ്പം ഞാൻ സാധാരണ വേസ്റ്റ് ഇടുന്നതിൻ്റെ കൂടെ ഈ പൂജാ റൂമിലെ വേസ്റ്റുകൾ ഇടാറില്ല കേട്ടോ. തിരിയൊക്കെ കാണുമല്ലോ. അപ്പോൾ അതൊക്കെ ഞാൻ പ്രത്യേകം കൊണ്ടുപോയി ഫ്രണ്ടിൽ കൊണ്ടുവന്ന് ഹസ്ബൻഡിനെ കൊടുത്തിട്ട് എരിച്ച് കളയുകയാണ് ചെയ്യുന്നത്. പിന്നെ ഞാൻ എപ്പോഴും പൂജാ റൂം ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ റോസ് വാട്ടർ യൂസ് ചെയ്തിട്ടാണ് ക്ലീൻ ചെയ്യുന്നത്. ഇതിന് വേണ്ടിയിട്ട് കുറച്ച് ഉപയോഗിക്കാത്ത നല്ല മുണ്ട്, ഇങ്ങനെ പുതിയ മുണ്ട് തന്നെയാണ് ഇങ്ങനെ പീസസ് ആക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ പൂജാ റൂം ക്ലീൻ ചെയ്യുന്നത്. പിന്നെ മൊത്തത്തിൽ ഒന്ന് ഡസ്റ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. നമ്മുടെ പൂജാ റൂമിൽ ഇങ്ങനെ മാറാലയൊന്നും കെട്ടാനായിട്ട് പാടില്ല എന്ന് പറയും. അപ്പം ഞാൻ 2 ആഴ്ച കൂടുമ്പോഴത്തേക്കും മാറാല അടിച്ച് കളയാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ മാസത്തിൽ ഒരു തവണ നല്ലപോലെ ഒന്ന് ഡീപ്പ് ക്ലീനിങ് ചെയ്യാറുണ്ട്. അപ്പോൾ മെയിനായിട്ട് മലയാള മാസം 1-ാം തീയതിക്ക് മുന്നേ ആയിട്ടാണ് ക്ലീൻ ചെയ്യുന്നത് കേട്ടോ. എത്രത്തോളം നമ്മുടെ പൂജാ റൂം നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചേക്കോ അത്രത്തോളം ലക്ഷ്മി കടാക്ഷം ഉണ്ടാവും എന്നാണ് പറയുന്നത്. നമ്മുടെ വീടിന്റെ ഹൃദയഭാഗം എന്ന് പറയുന്നത് അടുക്കളയും അതുപോലെ തന്നെ പൂജാ റൂമും ആണെന്ന് പറയും. അങ്ങനെയാണ് നമ്മുടെ വിശ്വാസം അല്ലേ. അതുമാത്രമല്ല, നമ്മുടെ വീട് മൊത്തത്തിൽ ക്ലീൻ ചെയ്ത് വെച്ചേക്കേണ്ടത് നമ്മുടെ ഒരു ഉത്തരവാദിത്തമാണ്. അപ്പം മാക്സിമം വൃത്തിയിൽ കൊണ്ട് നടക്കാനായിട്ട് ഞാൻ എപ്പോഴും നോക്കാറുണ്ട്. പിന്നെ എൻ്റെ പൂജാ റൂമിലിരിക്കുന്ന പല വിഗ്രഹങ്ങളും എനിക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ് കേട്ടോ. അതിൽ ഒരെണ്ണം 5 എനിക്ക് ഗിഫ്റ്റ് തന്നതാണ്. പിന്നെ എൻ്റെ അനിയൻ തന്നതുണ്ട്. പിന്നെ ഇവിടുത്തെ എൻ്റെ ഹസ്ബൻഡിൻ്റെ അനിയൻ നമുക്ക് വീട് പാലിയാച്ച സമയത്ത് ഗിഫ്റ്റ് തന്നതാണ് ഒരു അനന്ത പത്മനാഭൻ്റെതൊക്കെ. പിന്നെ ഈ കുബേർ കുഞ്ചി ഉണ്ടോ, അതും ഇവിടുത്തെ അനിയൻ തന്നതാണ് കേട്ടോ. അപ്പോൾ അതിൽ പല സാധനങ്ങളും എനിക്ക് ഗിഫ്റ്റായിട്ട് വന്നിട്ടുള്ളതാണ്. പിന്നെ ഇത് കണ്ടോ, ഇതാണെങ്കിൽ ഉണക്കലരിയാണ്. ഇത് ഞാൻ മട്ട റൈസ് ഉണ്ടല്ലോ, അത് ഇങ്ങനെ കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ട് പൂജാ റൂമിൽ. എന്നിട്ട് കുറച്ച് കോയിൻസും കൂടി ഇട്ട് വെച്ചേക്കും. പിന്നെ കുറച്ച് മഞ്ചാടി ഞാൻ ഇതുപോലെ കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ പോയപ്പോൾ ഗുരുവായൂർ പോയിരുന്നല്ലോ, അപ്പോൾ മേടിച്ചതാണ് കേട്ടോ. മഞ്ചാടി അല്ല, കുന്നിക്കുരുവാണ്. അപ്പോൾ അത് ഇച്ചിരുന്ന ഉരുളിയിലാണെങ്കിൽ നന്നായിട്ട് അഴുക്ക് പറ്റിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം. മഞ്ഞൾ ഇതുപോലെ ഞാൻ ഉണക്ക മഞ്ഞൾ മേടിച്ച് വെച്ചേക്കും. നല്ല മഞ്ഞളും അതുപോലെ തന്നെ കുങ്കുമവും ഇതൊക്കെ നമ്മുടെ പൂജാ റൂമിൽ മസ്റ്റായിട്ടും വെച്ചേക്കേണ്ട കാര്യങ്ങളാണെന്ന് പറയും കേട്ടോ. അപ്പോൾ ഞാനിവിടെ ചെന്നൈയിൽ വന്നതിന് ശേഷം ഇതൊക്കെ എപ്പോഴും സ്റ്റോക്ക് ചെയ്ത് വെച്ചേക്കും. പിന്നെ അടുത്തത് ജവ്വാദ് പൗഡറാണ്. അത് നമുക്ക് ഈ ഉരുളിയിലെ പൂക്കൾ ഇടുമ്പോഴത്തേക്കൊക്കെ അതിൽ വെള്ളത്തിൽ ഇട്ട് കൊടുക്കാം. നല്ല മണമാണ്. പിന്നെ അതുപോലെ തന്നെ ക്ലീൻ ചെയ്യുന്ന സമയത്തും ഒക്കെ നമുക്കിടാം. സാമ്പ്രാണി പോയിക്കുന്ന സമയത്ത് അതിലൊക്കെ മിക്സ് ചെയ്യാം. എൻ്റെ അടുത്തുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വാൽക്കണ്ണാടി ഇരിപ്പുണ്ട്. പിന്നെ അതുപോലെ തന്നെ പച്ചക്കർപ്പൂരം മേടിച്ച് വെച്ചിട്ടുണ്ട്. പച്ചക്കർപ്പൂരവും നമുക്കിങ്ങനെ പൂജാ റൂം ക്ലീൻ ചെയ്യുമ്പോഴും അതുപോലെ ഉരുളിയിലെ പൂക്കളിലെ വെള്ളത്തിലൊക്കെ ഇട്ട് കൊടുക്കാം. പിന്നെ നെയ്യ് ഞാൻ ഒരു ബോട്ടിൽ മേടിച്ച് എപ്പോഴും വെച്ചേക്കും, നെയ്യ് വിളക്ക് വെക്കാനായിട്ട്. പിന്നെ എൻ്റെ അടുത്തുള്ള വിളക്ക് തിരികൾ എന്ന് പറയുന്നത് ഇതൊക്കെയാണ് കേട്ടോ. മഞ്ഞയും പച്ചയും ചുമപ്പും വെള്ളയും ഒക്കെ ഉണ്ട്. പിന്നെ എൻ്റെ അടുത്തുള്ളത് ദശാംഗം പൗഡറാണ്. ഇത് ഇതുപോലെ സാമ്പ്രാണിക്ക് പകരമായിട്ട് ധൂപ് കത്തിക്കില്ലേ, അതുപോലെ കത്തിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. പിന്നെ എൻ്റെ അടുത്ത് എപ്പോഴും
എപ്പോഴും സാമ്പ്രാണി തിരി സ്റ്റോക്ക് ചെയ്ത് ഞാൻ വെച്ചേക്കും. പിന്നെ അതുപോലെ തന്നെ വിളക്കെണ്ണ, തീപ്പെട്ടി, ഇത്രയും കാര്യങ്ങൾ എപ്പോഴും നമ്മളുടെ അടുത്ത് സ്റ്റോക്ക് വേണമെന്നാണ് പറയുന്നത്. പിന്നെ പൂജാ റൂമിലുള്ള പാത്രങ്ങൾ കഴുകാൻ വേണ്ടിയിട്ടുള്ള ശുദ്ധത്തിൻ്റെ വിംജെല്ലും അതുപോലെ തന്നെ ഒരു കുങ്കുമച്ചെപ്പും, ഇത്രയും കാര്യങ്ങൾ ഞാൻ എൻ്റെ പൂജാ ഷെൽഫിൽ വെച്ചിട്ടുണ്ട്. കർപ്പൂരവും മറ്റ് സാധനങ്ങളൊക്കെ, നെയ്യൊക്കെ ഞാൻ താഴത്തെ ഷെൽഫിലാണ് വെച്ചേക്കുന്നത്. വിളക്ക് വെക്കുന്ന ഭാഗത്താണ് കുങ്കുമവും മഞ്ഞളും അതുപോലെ വാൽക്കണ്ണാടിയും മഞ്ചാടിയും അതൊക്കെ വെച്ചേക്കുന്നത് കേട്ടോ. പിന്നെ ഏറ്റവും താഴത്തെ പോർഷനിൽ നന്നായിട്ട് തന്നെ ഈ ഡോറ് അടയ്ക്കുന്നില്ല, അതിൻ്റെ ഇടയിൽ നല്ലതായിട്ട് അഴുക്ക് പറ്റിയിരിപ്പുണ്ട്. അപ്പം ഞാൻ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുന്നുണ്ട്. അതൊന്ന് ഡീപ്പ് ക്ലീനിങ് ചെയ്തിട്ട് കുറേ ആവുന്നുണ്ട്. താഴത്തെ ഷെൽഫുകളൊന്നും ഡീപ്പ് ക്ലീനിങ് ചെയ്യേണ്ടി വന്നിട്ടില്ല, കാരണം അത്യാവശ്യം വൃത്തിയായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ദേ ആമിയാണെങ്കിൽ ഇന്ന് വീട്ടിലുള്ള ദിവസമാണ്, ഇന്ന് സ്കൂളില്ല അവർക്ക്. അതുകൊണ്ട് തന്നെ ദേ അവളിവിടെ എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നേക്കാണ്. അപ്പോൾ ഞാനിങ്ങനെ ഗ്രില്ലൊക്കെ തുടയ്ക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ അവളെന്നെ ഹെൽപ്പ് ചെയ്ത് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ മക്കളെ കൂടി നമ്മൾ ഇതിലൊക്കെ ഉൾപ്പെടുത്തുന്നത് കുറച്ചും കൂടി നല്ലതായിരിക്കും. നമ്മൾ ഒറ്റയ്ക്കാണ് ചെയ്യുന്നതെന്നുള്ളൊരു കുറ്റബോധം ഒന്നും തോന്നത്തില്ല. മക്കളെയൊക്കെ കൊണ്ട് കുറേശ്ശെ ജോലികൾ ചെയ്യിക്കുന്നതുകൊണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല കേട്ടോ. അവൾക്ക് ബോറടിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അവളെ കൊണ്ടിത് ചെയ്യിച്ചത്. പിന്നെ ഞാൻ എൻ്റെ ഈ കോയിൻസ് ഒക്കെ എടുത്തൊന്ന് കഴുകിയായിരുന്നേ. ഞാൻ വിം ജെല്ല് യൂസ് ചെയ്തിട്ടാണ്, ശുദ്ധം ഓയിൽ യൂസ് ചെയ്തിട്ടാണ് ഇന്ന് പാത്രങ്ങൾ കഴുകിയിട്ടുള്ളത്. പിന്നെ ഞങ്ങൾക്ക് ഇവിടെ ആണെങ്കിൽ ഈ ബോർവെല്ലിൽ വരുന്നത് ഹാർഡ് വാട്ടർ ആണ് കേട്ടോ, അതായത് ഉപ്പുവെള്ളമാണ്. അപ്പോൾ അതിലൊന്നും നമ്മുടെ ഈ വിളക്കും ഇതൊന്നും കഴുകാനായിട്ട് പറ്റത്തില്ല. പെട്ടെന്ന് തന്നെ കറുത്ത കളറുള്ള പുള്ളിക്കുത്തി ഇങ്ങനെ വീഴാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനിതെപ്പോഴും മെട്രോ വാട്ടറിലാണ് കഴുകുന്നത്. പിന്നെ ഇത് ഈ ഒരു ഉരുളിയുണ്ടോ, ഇതിൽ കുന്നിക്കുരു ഇട്ട് വെച്ചിരുന്ന ഉരുളിയാണ് കേട്ടോ. അപ്പോൾ അതിനകത്ത് നല്ല പോലെ തന്നെ അഴുക്കായിരുന്നു, കറുത്ത കളറിലായി. അത് കുന്നിക്കുരു ഇട്ടത് കൊണ്ടല്ല, ശരിക്കും അതിനകത്ത് ഞാൻ ഇടയ്ക്ക് വെച്ച് ഉരുളിയിൽ പൂക്കൾ ഇട്ട് വെച്ചിട്ട് കുറേ നാൾ അങ്ങനെ ഇട്ട് വെച്ചിരുന്നു. അതെടുത്ത് കളയാനായിട്ട് മറന്നുപോയി കേട്ടോ. അപ്പോൾ എനിക്ക് ആ ഒരു സമയത്ത് വിളക്ക് വയ്ക്കാൻ പറ്റാത്ത സമയമായതുകൊണ്ട് അങ്ങനെ അഴുക്ക് പറ്റിയിരുന്നത്. അപ്പം ഞാനത് കുറച്ച് സബീനയും ലെമൺ ജ്യൂസൊക്കെ യൂസ് ചെയ്തിട്ടാണ് ക്ലീൻ ചെയ്ത്, നന്നായിട്ട് തന്നെ ക്ലീൻ ചെയ്തിട്ടുണ്ട്. എന്നാലും കുറച്ചൊക്കെ അഴുക്ക് അവിടെ ഇവിടെയായിട്ട് ഇരിപ്പുണ്ട്. അതിൽ ഞാനിപ്പോൾ തൽക്കാലം അരിയും ഇട്ട് കൊടുത്തിട്ട് പൈസയും ഇട്ട് വെച്ചേക്കുവാണ്. കോയിൻസും ഒരു നോട്ടും ഒക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും ഒന്നും അങ്ങനെ അരി അങ്ങനെ മാറ്റാറില്ല കേട്ടോ. ഞാനിത് ലാസ്റ്റ് ടൈം മാറ്റിയത് വിഷുവിനാണ്. ആ അരി ഒന്ന് പൂത്ത് തുടങ്ങുന്ന സമയത്ത് തന്നെ മാറ്റണം. അതുപോലെ തന്നെ മഞ്ഞളുണ്ടല്ലോ, കട്ട മഞ്ഞൾ, അതും നമ്മളിങ്ങനെ പൂത്ത് തുടങ്ങുന്ന സമയത്ത് മാറ്റണം. വണ്ടൊന്നും കയറി ഇരിക്കാനായിട്ട് പാടില്ല എന്ന് പറയും. നല്ല ശുദ്ധമായിട്ട് തന്നെ ഉള്ള കാര്യങ്ങളെ പൂജ റൂമിൽ വെക്കാവൂ എന്ന് പറയാറുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഇതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് കൊണ്ട് ഇതേ മഴ തകൃതിയായിട്ട് പെയ്യുകയാണ് കേട്ടോ. കഴിഞ്ഞ വർഷവും ഈ സമയത്ത് നല്ല മഴയായിരുന്നു. ചിങ്ങ 1-ൻ്റെ അന്നൊക്കെ നല്ല മഴ പെയ്തു. അപ്പോൾ എനിക്ക് ഇപ്പോഴും നല്ല ഓർമ്മയുണ്ട്, വയനാട്ടിലെ ദുരന്തമൊക്കെ നടന്നത് ഈ ഒരു ടൈമിലായിരുന്നല്ലേ കഴിഞ്ഞ പ്രാവശ്യം. അപ്പം ഞാൻ അതൊക്കെ ഇങ്ങനെ ഓർക്കുമായിരുന്നു കേട്ടോ. അപ്പം ഞാനും ആമിയും കൂടി ഇതേ ഇവിടെ മഴയൊക്കെ കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ഹസ്ബൻഡ് നല്ല ഉറക്കമാണ്. പിന്നെ ഞങ്ങളുടെ വീടിനടുത്തുള്ളൊരു ക്ഷേത്രമുണ്ട്, അവിടെയാണെങ്കിൽ ഉത്സവം നടക്കുവാണ്. അപ്പോൾ നാളെയും കൂടിയേ ഉള്ളൂ. നാളെ അതായത് ചിങ്ങം 1 എന്ന് പറയുന്നത് ഇവിടുത്തെ ആവണി മാസം എന്ന് പറയും. അപ്പോൾ ആവണി 1-ന് ഉത്സവം തീരുന്ന ദിവസമാണ്. അപ്പോൾ പുറത്ത് നല്ല പാട്ടൊക്കെ കേൾക്കുന്നുണ്ട് കേട്ടോ. പിന്നെ മഴയൊക്കെ ഇങ്ങനെ കണ്ട് ഞങ്ങൾ ഇങ്ങനെ കുറേ നേരം ആസ്വദിച്ചിരിപ്പാണ്. പിന്നെ ഞാനിപ്പോൾ ഓർക്കുന്നത്, ഓൾറെഡി നമ്മൾ ഡീപ്പ് ക്ലീനിങ് ചെയ്തത് വളരെ നന്നായെന്ന് തോന്നുന്നുണ്ട്. കാരണം ഈ സമയത്തൊന്നും നമുക്ക് പുറത്തൊന്നും പോയിട്ട് ക്ലീൻ ചെയ്യാനോ ഒന്നും പറ്റത്തില്ലല്ലേ. അപ്പം ഞാൻ ഓൾറെഡി എല്ലാം കുറച്ച് ചെയ്ത് വെച്ചത് കൊണ്ട് രക്ഷപ്പെട്ടു എന്നാണെങ്കിൽ പറയാം. പിന്നെ ഇന്ന് ഞങ്ങളൊന്ന് പുറത്ത് പോകുന്ന ദിവസമാണ്. അപ്പോൾ അതിന് മുന്നേ തന്നെ ആമിക്കുള്ളൊരു ആക്ടിവിറ്റി ഒന്ന് ചെയ്യണമായിരുന്നു കേട്ടോ. അപ്പോൾ അവർക്ക് ഇങ്ങനെ സ്കൂളിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റീസ് തരും. എല്ലാ ആഴ്ചയൊന്നും തരത്തില്ല, ഒരു ടൈമിൽ 2-3 ആക്ടിവിറ്റി ഓരോ സബ്ജക്റ്റിൽ നിന്നും തരാറുണ്ട്. മെയിനായിട്ട് മാത്സ്, തമിഴ്, അതുപോലെ സയൻസ്, ഇത് 3 തരുന്നത്. ഇടയ്ക്ക് വെച്ച് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നൊരു വ്ളോഗിൽ പറഞ്ഞിരുന്നത് അവർക്കുള്ള സയൻസിലെ ആക്ടിവിറ്റി ആയിരുന്നു കേട്ടോ. ഇത് തമിഴിലുള്ളതാണ്. അപ്പം ഒരു ബട്ടർഫ്ലൈയെ ഉണ്ടാക്കാനാണ്. അപ്പം പച്ചപ്പയർ വെച്ചിട്ടാണ് ചെയ്യേണ്ടത്. പയറും പരിപ്പും ഒക്കെ വെച്ചിട്ട് ഇതുപോലെ ഗം വെച്ച് ഒരു നൂല് വെച്ച് ഒരു ഔട്ട്ലൈൻ കൊടുത്തതിന് ശേഷം ഇങ്ങനെ ചെയ്യണമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആമിക്ക് തൊട്ടിക്ക് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ അവളെ ഹെൽപ്പ് ചെയ്ത് കൊടുത്തു. ഞാൻ തന്നെയാണ് ഫുള്ളായിട്ട് ചെയ്തത് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്നൊന്ന് കമൻറ്റ് ചെയ്തേക്കും. ഒരുപാട് സമയം എടുത്തായിരുന്നു, 2 മണിക്കൂറോളം എടുത്തിട്ടാണ് അത്രയും ചെയ്ത് തീർത്തത്. പിന്നെ രാത്രി ആയപ്പോഴത്തേക്കും ഞങ്ങളിതേ നൈറ്റ് ഷോയ്ക്ക് കൂലി സിനിമ കാണാനായിട്ട് പോവുകയാണേ. അപ്പോൾ ഞങ്ങൾ എല്ലാ വർഷവും രജനികാന്തിൻ്റെ തലൈവരുടെ സിനിമ ഇറങ്ങുന്ന സമയത്ത് ഇങ്ങനെ രോഹിണി തിയേറ്ററിലാണ് പോയി കാണുന്നത്. അപ്പോൾ ഈ സിനിമയ്ക്ക് A സർട്ടിഫിക്കറ്റ് ആയ കാരണം കൊണ്ട് ആമയെ കൊണ്ടുപോകാൻ പറ്റത്തില്ല എന്നാണ് വിചാരിച്ചത്. പക്ഷേ രോഹിണി തിയേറ്ററിൽ കുട്ടികളെയൊക്കെ അലൗഡാണ്. മാത്രമല്ല ഞങ്ങൾ നൈറ്റാണല്ലോ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സമയത്ത് അവൾ ഉറങ്ങും, സിനിമയിൽ നിന്ന് അവൾ കാണാനായിട്ട് ഇരിക്കത്തില്ല. അപ്പോൾ 11:30 ഷോയ്ക്കാണ് കേട്ടോ പോയത്.
അപ്പം അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരത്തെ ഇറങ്ങിയിട്ടുണ്ട്. ഏകദേശം ഒരു 8:30 ആയപ്പോൾ ഇറങ്ങിയായിരുന്നു. 11 മണിക്കാണ് സിനിമ തുടങ്ങുന്നത്. അപ്പം ഞങ്ങൾ ആദ്യമേ VR ചെന്നൈയിൽ വന്ന് കുറച്ച് നേരം ഇരിക്കാമെന്ന് കരുതി. ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണ് വന്നത്. ഇവിടെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ നേരത്തെ വന്നതുകൊണ്ട് തന്നെ ഇവിടെ ഇരുന്നിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാതെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഹസ്ബൻഡ് വന്നിട്ട് ഇങ്ങനെ ഇതുപോലെ നമുക്ക് ഒരു ഗോലി സോഡ കുടിക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അതൊക്കെ പോയി മേടിച്ചുകൊണ്ട് വന്നു. എൻ്റെ ഹസ്ബൻഡ് ഇട്ടേക്കുന്ന ടീഷർട്ട് ഉണ്ട്, അതാണെങ്കിൽ ഫാൻ ബോയ്സിൻ്റെ പേജിൽ നിന്ന് എടുത്തിട്ടുള്ള ടീഷർട്ടാണ് കേട്ടോ. ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് എന്തോ മേടിച്ചതാണ്. പിന്നെ എന്തായാലും ഇവിടെ ഇരുന്ന് സമയം പോവല്ലേ എന്ന് വിചാരിച്ചിട്ട് ബോറടിക്കുന്നതുകൊണ്ട് ഞങ്ങൾ നേരെ ഹോം സെൻറ്ററിലേക്ക് കയറി. വെറുതെ വന്നതാണ് കേട്ടോ, എടുക്കാനൊന്നും വന്നതല്ല സാധനങ്ങളൊന്നും. ഞാൻ ഇതുപോലെ വിൻഡോ ഷോപ്പിംഗ് ചെയ്യുന്ന ആളാണ് കേട്ടോ. ഞാൻ മാക്സിമം എല്ലാ സാധനങ്ങളും റേറ്റൊക്കെ നോക്കി വെച്ചേക്കും. എന്നിട്ട് ഓൺലൈനിലും റേറ്റ് നോക്കും. ഏതാണോ ബെറ്റർ എന്ന് തോന്നുന്നത് അവിടെ നിന്ന് എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഞാൻ മെയിനായിട്ട് കുക്കറിന് ഉള്ള റേറ്റ് നോക്കാനാണ് വന്നത് കേട്ടോ. കുറേ സാധനങ്ങൾ ഇങ്ങനെ നോക്കി വന്നപ്പോഴത്തേക്കും അവിടെ ഇരിക്കുന്നതൊക്കെ കണ്ടപ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു. പക്ഷെ എന്നാലും മേടിക്കാനൊന്നും ഒരു ഉദ്ദേശവും ഇല്ല. ഞങ്ങളങ്ങനെ ഭയങ്കരമായിട്ട് പർച്ചേസ് ചെയ്യുന്ന ആൾക്കാരല്ല കേട്ടോ. 6 മാസത്തിലൊരിക്കലൊക്കെയാണ് ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ മേടിക്കാറുള്ളൂ. അപ്പം അങ്ങനെ ചുമ്മാ അതൊന്ന് ചുറ്റിക്കറങ്ങി നോക്കുവാണ്. അപ്പോൾ ഇവിടെ ആണെങ്കിലും മെലാനിൻ പ്ലേറ്റ്സിൻ്റെയൊക്കെ ഒരുപാട് കളക്ഷൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ എന്നെപ്പോലെ നിങ്ങൾ ആരെങ്കിലും വിൻഡോ ഷോപ്പിംഗ് ഇഷ്ടപ്പെടുന്നവരുണ്ടോ എന്നൊന്ന് കമൻറ്റ് ചെയ്തേക്കോ. എനിക്കിതൊക്കെ ഇങ്ങനെ കാണാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കും കൂടി കാണിച്ചു തരാൻ വേണ്ടിയാണ് വീഡിയോ എടുത്തത്. ഒരുപാട് മോഡലിലുള്ള പാത്രങ്ങൾ വന്നിട്ടുണ്ട്. പിന്നെ ഹോം സെൻറ്ററിൽ അവരുടേതായ ഒരു യുണീക്നെസ് എപ്പോഴും ഉണ്ടായിരിക്കും കേട്ടോ. കുറച്ച് പാത്രങ്ങളൊക്കെ അവരുടേതായ പ്രോഡക്റ്റുകളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ പ്രത്യേകിച്ച് മെലാനിൻ പ്ലേറ്റ്സും കാര്യങ്ങളൊക്കെ, കപ്പും സോസറും അങ്ങനത്തെ സാധനങ്ങളൊക്കെ അവരുടേതായ കുറച്ച് കളക്ഷൻസ് ഉണ്ട്. ഇവിടെ ബുദ്ധൻ്റെ ഇത് വെച്ചിട്ടുണ്ട്, വാട്ടർഫാൾസ് പോലത്തെ സംഭവമൊക്കെ വെച്ചേക്കുവാണ്. അടിപൊളിയാണ് കേട്ടോ അത് കാണാനൊക്കെ. അതിൻ്റെ അടുത്ത് പോയി നിൽക്കുമ്പോൾ തന്നെ നല്ലൊരു സൗണ്ടാണ്. ആ വെള്ളത്തിൻ്റെ സൗണ്ട് ഇങ്ങനെ കേൾക്കുന്നത് നല്ലതാണെന്ന് പറയും. വീട്ടിലൊക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല പോസിറ്റീവ് എനർജി ആണെന്നൊക്കെ പറയാറുണ്ട്. ആർട്ടിഫിഷ്യൽ പ്ലാന്റൊക്കെ ഞാൻ എടുത്ത് നോക്കിയായിരുന്നു, ഭയങ്കര റേറ്റാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഏകദേശം ഒരു 500-600 റേഞ്ചിനാണ് വരുന്നത്. അപ്പം ഞാൻ ജസ്റ്റ് റേറ്റ് നോക്കാനാണ് കയറിയത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ റെസ്റ്റ് റൂമിൽ പോയിട്ട് നേരെ താഴേക്ക് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ 10:30 ആകുമ്പോഴത്തേക്കും ഇവിടെ അടയ്ക്കും, ഷോപ്പുകളെല്ലാം ക്ലോസ് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്കിനി ഒരുപാട് നേരം ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് രോഹിണി തിയേറ്റർ. അങ്ങനെ ഞങ്ങൾ ഇവിടെ നിന്നതും കഴിഞ്ഞിട്ട് നേരെ അങ്ങോട്ട് പോകാനായിട്ട് ഇരിക്കുന്നതിനിടയിൽ ഞാൻ എൻ്റെ ഫസ്റ്റ് ഫ്ലോറിൽ പോയിട്ട് അവരുടെ റെസ്റ്റ് റൂമിൽ പോയി നോക്കിയപ്പോഴത്തേക്കും അവിടെ കോയിൻ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ സാനിറ്ററി പാഡ് വരുന്ന ഒരു സെറ്റപ്പ് അവിടെ ചെയ്തിട്ടുണ്ട് കേട്ടോ. VR ചെന്നൈയിൽ ഫസ്റ്റ് ഫ്ലോറിലെ ബാത്റൂമിലാണ്. അപ്പോൾ ജസ്റ്റ് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് കരുതി. അങ്ങനെ ഞങ്ങളിതേ ഇവിടെ രോഹിണി തിയേറ്ററിൽ വന്നേക്കുകയാണ്. ഇവിടെ വന്നപ്പോഴത്തേക്കും ശരിക്കും ഞാൻ ഭയങ്കരമായിട്ട് അത്ഭുതപ്പെട്ടു പോയി. കാരണം നൈറ്റ് ഷോ ആയിരുന്നിട്ടും എന്തൊരു കൂട്ടമാണെന്ന് നോക്കിയാൽ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. ഹൗസ്ഫുൾ ആയിരുന്നു ഷോ. ഇവിടെ നല്ല അടിപൊളിയായിട്ട് ഓടുന്ന സിനിമയാണ്. പിന്നെ രജനീകാന്തിൻ്റെ സിനിമകളൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ, ഒരു വല്ലാത്തൊരു വൈബാണ്. അതൊരു സെലിബ്രേഷനാണ്. സാധാരണ നമ്മളൊരു മൂവി കാണുന്നത് പോലെയല്ല. നമ്മുടെ നാട്ടിലെ ഓണവും ക്രിസ്മസും ഒക്കെ പോലൊരു ഉത്സവം പോലെയാണ് ഇവിടുത്തെ സിനിമ കാണൽ എക്സ്പീരിയൻസ്. അപ്പോൾ എനിക്കും ഭയങ്കര ഇഷ്ടമാണ്. ഞാനും ഭയങ്കരമായിട്ട് സിനിമയുടെ ഒരു ഭ്രാന്തുള്ള ഒരാളാണ് കേട്ടോ. ഞാനും ഹസ്ബൻഡും അങ്ങനെ തന്നെയാണ്. അങ്ങനെ ഞങ്ങൾ ഷോയൊക്കെ കണ്ടിട്ട് നേരെ വീട്ടിലേക്ക് വന്നപ്പോൾ തന്നെ ഏകദേശം ഒരു 3 മണിയോളം ആയിട്ടുണ്ട് കേട്ടോ. വെളുപ്പാൻ കാലത്താണ് ഞങ്ങൾ വീട്ടിലെത്തുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം ആയപ്പോഴത്തേക്ക് 1-ാം തീയതിയാണ്. രാവിലെ എഴുന്നേൽക്കാൻ കുറച്ച് ലേറ്റായിപ്പോൾ, 7:30 ആയി എഴുന്നേറ്റപ്പോൾ. പിന്നെ രാവിലെ എഴുന്നേറ്റ ഉടനെ തന്നെ ഞാൻ വന്നിട്ട് തോരണമൊക്കെ കെട്ടിയിട്ട് പിന്നെ മുറ്റത്തൊരു കോലമൊക്കെ ഒന്ന് വരച്ചിട്ടു. പിന്നെ വിളക്കൊക്കെ ഒന്ന് വെച്ചിട്ടുണ്ട്. ഇന്നത്തെ ദിവസം ഞാൻ ഫുള്ളായിട്ടൊന്നും വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. ജസ്റ്റ് കുറച്ച് ക്ലിപ്സാണ് ആഡ് ചെയ്തിട്ടുള്ളത്. വേറൊന്നും കൊണ്ടല്ല, പ്രത്യേകിച്ച് വലിയ കാര്യങ്ങളൊന്നും അന്നത്തെ ദിവസം നമ്മൾ ചെയ്തില്ല. കഴിഞ്ഞ വർഷം ഈ സമയത്ത് ഈ ചിങ്ങം 1-ന് ഞാൻ സദ്യയൊക്കെ ഉണ്ടാക്കിയായിരുന്നു കേട്ടോ. പക്ഷേ ഇത്തവണ ഞാൻ അതൊന്നും ചെയ്യുന്നില്ല എന്ന് മനഃപൂർവ്വം വെച്ചതാണ്. എല്ലാം കൂടി ഉണ്ടാക്കി വെച്ചാലും ആരും കഴിക്കത്തൊന്നുമില്ല, വെറുതെ വേസ്റ്റ് ആക്കണ്ടെന്ന് വിചാരിച്ചു. പിന്നെ മാത്രമല്ല ഒരുപാട് ടൈം ലേറ്റായിട്ടാണ് ഞാൻ എഴുന്നേറ്റതൊക്കെ. പിന്നെ ആമിക്ക് ട്യൂഷനും കൂടി ഉള്ള ദിവസമാണ്, മഴയും പെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ആമിയെ ഹസ്ബൻഡ് രാവിലെ തന്നെ ട്യൂഷന് കൊണ്ടുപോയി വിട്ടിട്ടുണ്ട്. ആ ഗ്യാപ്പിനിടയിൽ ഞാൻ എൻ്റെ മീൽ പ്രിപ്പിനുള്ളതൊക്കെ റെസിപ്പീസൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ ഇന്ന് വൈകുന്നേരം കോവിലിൽ പോകാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. രാവിലെ പോകാനാണ് ഇരുന്നത് ക്ഷേത്രത്തിൽ. പക്ഷേ രാവിലെ മഴ കാരണം പോകാൻ പറ്റിയില്ല. മാത്രമല്ല ലേറ്റായിട്ടാണല്ലോ എഴുന്നേറ്റത്. പിന്നെ എൻ്റെ തന്നെ ഹസ്ബൻഡ് ആമിക്ക് വേണ്ടിയിട്ട്, ആമിക്ക് ഡോണട്ട് കഴിക്കണമെന്ന് പറഞ്ഞുകൊണ്ട്
കേക്ക് പോയിന്റ് അണ്ണാനഗറിലുള്ളൊരു ഷോപ്പാണ്. ഞാൻ ഇതിന് മുന്നേ പറഞ്ഞിട്ടുണ്ട്, നല്ല ഇതാണ് കേട്ടോ അവരുടെ പ്രോഡക്റ്റ്സ് ഒക്കെ. അവർ പുറത്തൊക്കെ വെളി രാജ്യങ്ങളിലൊക്കെ അയച്ചു കൊടുക്കാറുണ്ടെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ഹസ്ബൻഡ് പോയിട്ട് ഒരു ഡോനട്ട് മേടിച്ചുകൊണ്ട് വന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം ആയപ്പോഴത്തേക്കും ഞങ്ങളൊന്ന് ക്ഷേത്രത്തിൽ പോയി. ഞങ്ങൾക്ക് ഇവിടെ തൊട്ടടുത്ത് തന്നെ ഒരു അമ്മൻ ക്ഷേത്രം ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ക്ഷേത്രം നല്ലൊരു വൈബാണ്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ ലാസ്റ്റ് ടൈം ഒരിക്കൽ പോയായിരുന്നു കേട്ടോ, ആടി മാസത്തിൽ ഒരു ദിവസം പോയി. ഞാൻ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു. അപ്പം ഇന്ന് ഞങ്ങൾ അവിടെയാണ് പോയത് കേട്ടോ. പെട്ടെന്ന് തന്നെ പ്ലാൻ മാറ്റിയാണ്, വേറൊരു ക്ഷേത്രത്തിൽ പോകാനാണ് ഇരുന്നത്, പക്ഷേ പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വരാമെന്ന് പ്ലാൻ ചെയ്തു. പിന്നെ വരുന്ന വഴിക്ക് തന്നെ ദേ പച്ചക്കറിയൊക്കെ മേടിക്കുന്നുണ്ട്, വെജിറ്റബിൾസൊക്കെ മേടിച്ചിട്ടാണ് വന്നത്. പിന്നെ നല്ല മഴ പെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ചിങ്ങം ഒന്ന് ഇങ്ങനെ അങ്ങ് പോയി, സിമ്പിളായിട്ടൊരു സാധാരണ ദിവസം പോലെ തന്നെയാണ് പോയത്. അപ്പോൾ നിങ്ങളുടെ ചിങ്ങം ഒന്ന് എങ്ങനെ ഉണ്ടായിരുന്നു? ക്ഷേത്രത്തിലൊക്കെ പോയോ? സദ്യയൊക്കെ ഉണ്ടാക്കിയോ? പായസമൊക്കെ വെച്ചോ? അതുപോലെ കൈനീട്ടമൊക്കെ കൊടുത്തോ? എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് കമൻറ്റ് ചെയ്തേക്കോ, മറക്കരുതേ. പിന്നെ ഈ ക്ലിപ്പിങ്സൊക്കെ ഹസ്ബൻഡ് ഫസ്റ്റ് ഡേ കൂലി സിനിമയുടെ ഷോയ്ക്ക് പോയപ്പോൾ എടുത്തതാണ്. കാസി തിയേറ്റർ എന്ന് പറയും, ഇവിടെ ചെന്നൈയിൽ ഭയങ്കര ഫേമസ് ആണ്. അപ്പോൾ ഇവിടുത്തെ സെലിബ്രേഷൻ നിങ്ങൾ കണ്ടോ? നല്ല അടിപൊളിയാണ് കേട്ടോ. നമ്മൾ എല്ലാം മറന്ന് നമുക്ക് ആസ്വദിക്കാൻ പറ്റിയൊരു ദിവസമാണിത്. പിന്നെ രജനീകാന്ത് ഫാൻസിൻ്റെ കാര്യം അറിയാമല്ലോ, ഭയങ്കര ഒരു ഒരു സെലിബ്രേഷൻ മൂഡിലായിരിക്കും എല്ലാവരും. അപ്പോൾ ഹസ്ബൻഡ് രാവിലെ തന്നെ പോയപ്പോൾ ഫോൺ കൊണ്ടുപോയി. അപ്പം ഞാൻ പോയിട്ടില്ല, ഹസ്ബൻഡ് മാത്രമാണ് പോയത് കേട്ടോ, ഫ്രണ്ട്സിൻ്റെ കൂടെയാണ് പോയത്. അപ്പോൾ അതേ ഞാനിതൊക്കെ പണ്ട് ടി വിയിലൊക്കെ കണ്ടിട്ടേ ഉള്ളൂ. ടി വിയിലും അങ്ങനെ കണ്ടിട്ടൊന്നുമില്ല, പറഞ്ഞും കേട്ടുമൊക്കെ അറിഞ്ഞിട്ടേ ഉള്ളൂ. പക്ഷേ ശരിക്കും ഇതൊക്കെ ഞാനും കണ്ടു കഴിഞ്ഞപ്പോൾ ഒരു ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിട്ട് എനിക്കും തോന്നി. ഈ സിനിമയെക്കുറിച്ച് ഒരുപാട് പേര് നെഗറ്റീവ് റിവ്യൂവും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടെങ്കിലും ഞങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് പറയാം. അടിപൊളി മൂവിയാണ്, നല്ലൊരു മാസ് എൻ്റർടൈൻമെൻറ്റ് മൂവിയാണ്, ഫാമിലി ആയിട്ട് കാണാൻ പറ്റുന്ന മൂവി തന്നെയാണ്. ഞങ്ങൾ ആദ്യമൊക്കെ ആണെങ്കിൽ ഇതുപോലെ റിവ്യൂ ഒക്കെ കേട്ടിട്ട് മൂവീസ് ഇങ്ങനെ കാണാതെയൊക്കെ ഒരുപാട് സിനിമകൾ ഞങ്ങൾക്ക് അങ്ങനെ മിസ്സായിട്ടുണ്ട്. ഇപ്പോൾ ഞങ്ങൾ കുറച്ച് നാളായിട്ട് ഒരു മൂവിയുടെയും റിവ്യൂ കാണത്തേയില്ല കേട്ടോ. ഞങ്ങൾ ഡയറക്റ്റായിട്ട് തിയേറ്ററിൽ പോയി കണ്ട് എക്സ്പീരിയൻസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് നല്ല സിനിമ അല്ല എന്ന് പറയുന്ന മിക്ക സിനിമകളും നമ്മൾ OTTയിൽ കാണുമ്പോഴത്തേക്കും നല്ലതായിട്ട് തോന്നിയിട്ടുണ്ട് കേട്ടോ. അതുപോലൊരു സിനിമയാണിത്, ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ശരിക്കും ഒരു സെലിബ്രേഷനാണ്, നമ്മളിങ്ങനെ മസിൽ പിടിച്ചിരുന്ന് അങ്ങനെ ഭയങ്കരമായിട്ട് വീർപ്പ് മുട്ടി കാണേണ്ട ഒരു സിനിമയല്ല. പിന്നെ ഇതിൽ എടുത്തു പറയേണ്ട പെർഫോമൻസ് എന്ന് പറയുന്നത് നമ്മുടെ സൗബിൻ്റെ ആണ്. രജനീകാന്തിൻ്റെ പെർഫോമൻസിനെ കുറിച്ച് നമ്മൾ പറയാൻ ആളല്ല, പക്ഷേ എന്നാലും പുള്ളി ഈ ഒരു വയസ്സിൽ ചെയ്ത് വെച്ചേക്കുന്നത് അടിപൊളി സംഭവമാണ്. അതുപോലെ തന്നെ സൗബിൻ സിനിമ ഫസ്റ്റ് തുടങ്ങുന്ന തൊട്ട് ലാസ്റ്റ് വരേക്കും ഭയങ്കര എക്സൈറ്റ്മെൻറ്റോട് കൂടിയാണ് ഞാൻ പുള്ളിയുടെ പെർഫോമൻസ് കണ്ടത് കേട്ടോ. ഞങ്ങൾ 2 ദിവസം കണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് മൺഡേ രാവിലെ ഞാനും ഹസ്ബൻഡും മാത്രമായിട്ട് പോയി. അന്ന് കോളേജ് കുട്ടികളുടെ കൂടെ ഇരുന്നാണ് ഞങ്ങൾ കണ്ടത്. അപ്പോൾ ഞങ്ങൾക്ക് രോഹിണി തിയേറ്ററിൽ പോയി സിനിമ കാണുന്നതാണ് കൂടുതൽ ഇഷ്ടം. കാരണം അവിടുത്തെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് അടിപൊളിയാണ് കേട്ടോ. നിങ്ങൾക്ക് ചെന്നൈയിലുള്ളവർക്കാണെങ്കിൽ അറിയാമായിരിക്കും അല്ലേ. അപ്പോൾ രോഹിണി തിയേറ്റർ ഇവിടെ കൂടുതലും സെലിബ്രിറ്റീസൊക്കെ വരുന്ന തിയേറ്ററാണ്. അപ്പോൾ ഫസ്റ്റ് ഡേക്ക് ഇവിടുത്തെ ടിക്കറ്റ് ഒന്നും കിട്ടിയില്ല ഹസ്ബൻഡിന്, അതുകൊണ്ടാണ് കാസി തിയേറ്ററിൽ പോയത്. അപ്പോൾ ഈ സിനിമ നിങ്ങൾക്ക് കാണണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും തിയേറ്ററിൽ തന്നെ പോയി കാണുക, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. പ്രത്യേകിച്ച് ചെന്നൈയിൽ തമിഴ്നാട്ടിലുള്ളവരാണെങ്കിൽ ഉറപ്പായിട്ടും തിയേറ്ററിൽ തന്നെ പോയി കാണുക കേട്ടോ. അതൊരു ലൗഡ് ഓഡിയൻസിൻ്റെ കൂടെ ഒരു ഭയങ്കര ഒരു ഹൗസ്ഫുള്ളായിട്ട് ക്രൗഡഡ് ആയിട്ട് ഇരിക്കുന്ന ഒരു തിയേറ്ററിൽ ഇരുന്ന് കാണാനാണ് ഏറ്റവും നല്ലത് ഈ ഒരു സിനിമ. ഞങ്ങൾ മാളിലൊന്നും പോകാത്തതിൻ്റെ മെയിൻ കാരണം അതാണ്. ഞാനും ഹസ്ബൻഡും ഒക്കെ ഭയങ്കരമായിട്ട് സിനിമ ഭ്രാന്തുള്ള ആൾക്കാരാണ് കേട്ടോ. നിങ്ങൾക്ക് അറിയാമായിരിക്കും ഞങ്ങളുടെ വീഡിയോസ് കാണുമ്പോൾ കൂടുതലും ഞങ്ങളിങ്ങനെ തിയേറ്ററിൽ പോയി തന്നെയാണ് സിനിമകൾ കാണാറുള്ളത്. അതും എനിക്കാണെങ്കിൽ ഹൗസ്ഫുള്ളായിരിക്കണം, അങ്ങനെയൊക്കെ എനിക്കൊരു ഇതുണ്ട് കേട്ടോ. അപ്പം അല്ലാതെ അങ്ങനെ അനങ്ങാതിരിക്കുന്ന ഓഡിയൻസിൻ്റെ കൂടെ പോയി ഞങ്ങൾക്ക് അങ്ങനെ സിനിമ കാണുന്നത് ഭയങ്കര ശ്വാസം മുട്ടലാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ മാളിൽ അധികം അങ്ങനെ സിനിമകൾ കാണാറില്ല. വല്ലപ്പോഴും വല്ല മലയാള സിനിമ എങ്ങാനും കാണത്തേ ഉള്ളൂ, അല്ലാതെ ബാക്കി കൂടുതലും ഞങ്ങൾ രോഹിണിയിലാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഈ ബഹളവും ഇതൊക്കെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ എത്രമാത്രം അടിപൊളിയാണ്. നമുക്കെല്ലാം മറന്ന് ആ ഒരു 3 മണിക്കൂർ ആസ്വദിച്ച് നമ്മുടെ സങ്കടങ്ങളെല്ലാം മാറ്റി വെച്ചുകൊണ്ട് നമുക്ക് ആസ്വദിക്കാൻ പറ്റിയൊരു സിനിമയാണ്. എനിക്ക് അങ്ങനെയാണ് ഒരു എക്സ്പീരിയൻസ് ഉണ്ടായത്. പിന്നെ ഹസ്ബൻഡ് ഓരോ ഷോ കഴിയുമ്പോഴും ഓരോ ചാനലിനും റിവ്യൂ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഹസ്ബൻഡ് ഒരു ഭയങ്കര ഒരു രജനി ഫാനാണെന്ന് ഞാൻ ഇതിന് മുന്നേ പറഞ്ഞിട്ടുള്ളതല്ലേ. അപ്പം ഞാനും പുള്ളിയുടെ ഒരു ഫാനാണ്. അപ്പോൾ ഹസ്ബൻഡ് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് കേട്ട് പിന്നെ ഓരോ സിനിമകൾ കണ്ടാണ് ഞാനിപ്പോൾ ഫാനായി മാറിയത്.
അപ്പോൾ എന്തായാലും നിങ്ങൾ തിയേറ്ററിൽ തന്നെ പോയി കണ്ടു നോക്കൂ. നല്ല സിനിമയാണ്. വേറെ നെഗറ്റീവ് റിവ്യൂസ് പറയുന്നത് പോലുള്ള കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഞങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്, ഓരോരുത്തർക്കും ഓരോ രീതിക്കായിരിക്കുമല്ലോ സിനിമയെ കാണുന്നത്. അപ്പം ഞങ്ങൾക്ക് ഞങ്ങളുടെ ഒരു ജോണറിൽ പെട്ട ഒരു സിനിമയായിട്ട് എനിക്ക് തോന്നി. ഞങ്ങളെല്ലാ ടൈപ്പ് മൂവീസും കാണുന്ന ആൾക്കാരാണ് കേട്ടോ. ഇത് കുറച്ച് മാസമായിട്ടുള്ളൊരു സിനിമയാണെന്ന് മാത്രം. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ ലാസ്റ്റ് വരെ കണ്ട എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. പുതിയൊരു വീഡിയോ നമുക്കിനി വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.